അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിൽ ഇന്നത്തെ പരീക്ഷ നാളെ രാവിലെ എന്ത് ചെയ്യുള്ളൂ, 8 മണിക്കേ നടത്തുള്ളൂ. അപ്പോൾ നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഇപ്പം തന്നെ തരാം. കാരണം നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷനാണ്. എന്നിട്ട് 100 മാർക്കിൻ്റെ ഒരു എക്സാം നടത്താനാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള എക്സാം നാളെ രാവിലെ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ 15 ദിവസം നമ്മൾ എന്താണോ പഠിച്ചത്, എന്താണോ വർക്കൗട്ട് ചെയ്തത്, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 100 മാർക്കിൻ്റെ എക്സാം നടത്തുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ എക്സാം നടക്കുന്നത് 20-ാം തീയതിയാണ്. 20-ാം തീയതി രാത്രിയാണ് എന്ത് ചെയ്യുക, 100 മാർക്കിൻ്റെ എക്സാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു ഫുൾ ഡേ പഠിക്കാൻ കിട്ടും, മറ്റന്നാളും ഒരു ഫുൾ ഡേ പഠിക്കാൻ കിട്ടും. അപ്പോൾ 2 ദിവസം മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം മുതൽ ഈ 15-ാം ദിവസം വരെയുള്ളത് മൊത്തം അരിച്ചു പെറുക്കി വായിച്ചു നോക്കുകയല്ല. നോട്ടിലൂടെ കണ്ണോടിക്കുക, കിട്ടാത്തത് അടിവരയിട്ടിട്ട് പോവുക. അല്ലാതെ ഓരോന്നും വീണ്ടും ക്ലാസ് കേട്ട് പഠിക്കാനോ ഒന്നിനും നിൽക്കരുത്. നിങ്ങൾ എഴുതിയ നോട്ടുകൾ ഉണ്ടാവും, ആ നോട്ടിൽ കണ്ണോടിച്ചിട്ട് പോവുക. കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് അണ്ടർലൈൻ ചെയ്യുക. അത് പിന്നെ അവസാനം ഒരു തവണ കൂടെ അത് മാത്രം ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ആ രീതിയിൽ 20-ാം തീയതി വൈകിട്ട്, അതായത് മറ്റന്നാൾ വൈകിട്ട് നമ്മൾ എക്സാം നടത്തും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ കാസർഗോഡ് മുതൽ ഇപ്പം ലാസ്റ്റ് എറണാകുളം, പത്തനംതിട്ട അടക്കം 9 ജില്ലകളാണ് പഠിച്ചത്. 9 ജില്ലകൾ റിവിഷൻ അടിക്കുക. കേരള ഫാക്ട്സ് ഏകദേശം ഒരു 25ഓളം ലെസൺസ് അതിലുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ അത്ര കൂടുതലൊന്നും ഇല്ല. എന്നാൽ പോലും എന്ത് ചെയ്യുക, അതും റിവിഷൻ അടിക്കുക. അപ്പോൾ കേരള ഫാക്ട്സ്, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതിൽ അവിടെ ഇന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അടിസ്ഥാന വിവരങ്ങളിൽ ഞാൻ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന് തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എറണാകുളത്തിൻ്റെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉത്തരം ഏതന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ആ തിരുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ തിരുത്തി എഴുതിക്കോണം. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളത് കംപ്ലീറ്റ് ഉണ്ട്. ജില്ലകൾ 9 ജില്ലകൾ കംപ്ലീറ്റ് ഉണ്ട്. കേരളത്തിലെ നദികൾ എന്നുള്ളത് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതിൽ വരും. സോഷ്യൽ സയൻസ് 5-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. ആ 11 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നുള്ള MCQ ടൈപ്പ് നിങ്ങൾ ആൾറെഡി ക്യാപ്സൂൾ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും, അത് ഓടിച്ച് വായിക്കുക. സയൻസ് ആകെ നമ്മൾ എത്ര ലെസൺ ആയിട്ടേ ഉള്ളൂ, 3 ലെസൺ ആയിട്ടേ ഉള്ളൂ. ആ 3 ലെസൺസ് മറ്റന്നാൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇത്രയും ദിവസം ചെയ്ത ചോദ്യ പേപ്പറുകളിൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പം അതിൽ നിന്ന് 20 മാർക്കിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഡയറക്റ്റ് അതേ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പറയും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മാത്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ തൽക്കാലം ഇതിലത്തെ 20 ചോദ്യങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, 20 ചോദ്യങ്ങൾ ഈ മറ്റന്നാൾ നമ്മൾ നടത്തുന്ന പരീക്ഷയിൽ 20 ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇത്രയും ചെയ്ത 15 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 13ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടാവും. ആ 13ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു
മൊത്തം 1300ഓളം ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് ഒരു 260ഓളം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യം ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ 20 സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സെയിം ക്വസ്റ്റ്യൻ അതേപടി ഉൾപ്പെടുത്തും. മലയാളം ഇംഗ്ലീഷ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല, അതായത് ഗ്ലോസറിയിൽ നിന്നുള്ള വേർഡ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. മലയാളം ഇംഗ്ലീഷ് നമ്മൾ വേർഡ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സെയിം ആയിട്ടുള്ളത് ഒരു 20 ഉണ്ടാവും. പിന്നെയോ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ, സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, കേരളത്തിലെ നദികൾ, കേരള ഫാക്ട്സ്, ജില്ലകൾ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് മറ്റന്നാൾ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പം ആദ്യമേ നിങ്ങൾ ഒരുങ്ങേണ്ടത് 2 ദിവസം പഠനത്തിന് തികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, 2 ദിവസം കൊണ്ട് തീരില്ല. നിങ്ങൾ 2 ദിവസം പഠിക്കാനല്ല പോണത്, 2 ദിവസം റിവിഷനാണ്. ആൾറെഡി 15 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. അപ്പോൾ റിവിഷനായിട്ട് തന്നെ ഉപയോഗിക്കുക, അല്ലാതെ കാണാപ്പാഠം പഠിക്കുന്ന രീതിയിൽ വീണ്ടും ആദ്യം മുതൽ ഞാൻ ഓടിച്ചു വരട്ടെ, എനിക്ക് കേരള നദികളൊക്കെ ഒന്നുകൂടെ വായിച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ള ലെവലിലല്ല. കണ്ണോടിച്ച് പോവുക. നിങ്ങൾ ആൾറെഡി കണ്ടതാണ് പെരിയാറും ഭാരതപ്പുഴയും പമ്പയും ചാലിയാറും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. കണ്ണിലൂടെ ഒന്ന് ഓടിച്ച് പോവുക. ഒട്ടും കാണാത്ത പോലെ, ഒട്ടും പരിചയമില്ലാത്ത പോലെ ഏതെങ്കിലും ഫാക്റ്റ് വരുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. കാരണം അടുത്തൊരു തവണ നമ്മൾ ഇതിലൂടെ ഓടിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒന്ന് വരയിട്ടിട്ട് പോകുന്നത്. അപ്പം ആ ഫാക്റ്റുകളായിരിക്കും നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത്. അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് വായിക്കേണ്ടി വരും, ഒന്ന് നോക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത റിവിഷൻ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ഫാക്റ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ കണ്ണോടിച്ച് പോകുമ്പോൾ നമ്മൾ അതിലുടക്കിക്കോളും. അപ്പോൾ 9 ജില്ലകളുണ്ടാവും. പിന്നെ അതിൽ നമുക്ക് പഠിക്കാൻ എത്ര ഉണ്ടാവുള്ളൂ, അതിൽ 5 ജില്ലകളെ ബാക്കി ഉണ്ടാവുള്ളൂ. കേരള ഫാക്ട്സിൽ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അടിസ്ഥാന വിവരങ്ങളും എല്ലാം ചേർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. നദികളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എന്തിനൊരുങ്ങുക, 100ൽ 100 അടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. കാരണം ഒരു തവണ നിങ്ങൾ റിവിഷൻ കഴിഞ്ഞതാണ്, ഇനി രണ്ടാമത്തെ റിവിഷനാണ് എന്ത് ചെയ്യുന്നത്, നടക്കാൻ പോണത്. അപ്പം 100ൽ 100 അടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ വരിക. രണ്ടാമത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒറ്റ നെഗറ്റീവും ഞാൻ അടിക്കൂല എന്നുള്ള വാശിയോടുകൂടെ തന്നെ പരീക്ഷയ്ക്ക് വരിക. കാരണം നിങ്ങൾ പഠിച്ച ടോപ്പിക്ക്, ആൾറെഡി വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, വായിച്ച ടെക്സ്റ്റ് ബുക്ക്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഒരെണ്ണം പോലും നമ്മൾ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇല്ല. അപ്പം അതിൽ 100 അടിക്കാൻ പറ്റണം, നെഗറ്റീവ് ഇല്ലാതാക്കണം എന്ന് തന്നെ എന്ത് ചെയ്യുക, അത്രയും വാശിയോടുകൂടെ പരീക്ഷ എഴുതുക. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഒരു നെഗറ്റീവോ 2 നെഗറ്റീവോ അടിക്കുമ്പോൾ ഒരു സങ്കടം വരണം. ആ സങ്കടം വന്നെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, എന്തുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് വന്നത്, എന്താണ് എനിക്ക് നെഗറ്റീവ് ഒഴിവാവാത്തത് എന്നുള്ള ഒരു അലട്ടൽ മൈൻഡിലുണ്ടോ, അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്തിനുള്ള പണിയെടുക്കും, നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കും. അപ്പം ആ പണി തന്നെയാണ് നമുക്ക് ആവശ്യം. നെഗറ്റീവ് കുറയണം, നെഗറ്റീവ് ഇല്ലാത്തൊരു പരീക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നിൽ കാണുന്നത്. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പരീക്ഷയെ കാണുക, എന്നിട്ട് 100ൽ 100 അടിക്കാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 100ൽ 100 അടിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഥവാ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടോ അല്ല, നമ്മൾ ആ ഒരു സമയത്തിൽ പെട്ടെന്നൊരു അശ്രദ്ധ കയറിയിട്ട് കറുപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നെഗറ്റീവ് അടിച്ച് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു 100 മാർക്കിൻ്റെ പരീക്ഷ നമ്മൾ നോർമലി എഴുതുന്ന അതേ കാര്യഗൗരവത്തോടുകൂടി തന്നെ എടുക്കുക. കാരണം ഇതിൻ്റെ മാർക്ക് അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിൻ്റെ പരീക്ഷ എഴുതിയ സമയത്തൊക്കെ ഇന്ന് കുറേ ആളുകൾ ചോദിച്ചിരുന്ന ഒരു സംശയമായിരുന്നു, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് 1919 മുതൽ 1947 വരെ അല്ലെങ്കിൽ 48 വരെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പറയാറുള്ളത്. കാരണം 19ലാണ് അദ്ദേഹം റൗലറ്റ് സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1919 ഏറ്റു 1947 പക്ഷെ അവിടെ ചോദ്യം വ്യക്തമല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റുകൾ പോയതുകൊണ്ടാണ് അതെന്ത് ചെയ്തത്, അവിടെ ഡിലീറ്റ് ചെയ്തത്. കാരണം അത് എവിടുത്തെ എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല, ചോദ്യം വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നുദ്ദേശിച്ചത് ഇന്ത്യയിൽ വന്ന കാലഘട്ടം മുതലല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ പോയതുകൊണ്ടാണ് അവിടെ ഡിലീറ്റ് ചെയ്തത്. പിന്നെയോ
സാർവിക ദാതാവ് അവിടെ ഉത്തരം കൊടുത്തേക്കുന്നത് O പോസിറ്റീവ്, യഥാർത്ഥത്തിൽ O നെഗറ്റീവാണ്. പക്ഷേ അവിടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ പരീക്ഷ ആയതുകൊണ്ടാണ് 7ാം ക്ലാസ്സുകാരൻ്റെ യോഗ്യതയിൽ നിൽക്കുമ്പോൾ അവിടെ O പോസിറ്റീവ് മാത്രമേ അറിയുള്ളൂ എന്നുള്ള ആ ലെവലിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, O പോസിറ്റീവ് അവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അതിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, അതുപോലെ പഠിച്ചു പോരുത്, അവിടെ കറക്റ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ എന്തായാലും 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങുക. നാളെ രാവിലെ നമ്മൾ ഇന്നത്തെ 20 മാർക്കിൻ്റെ പരീക്ഷ നടത്തും. അത് നിങ്ങൾ ആ സമയത്ത് എഴുതിക്കോളുക. അതെപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇടുന്ന സമയം കറക്റ്റ് ആ സമയത്ത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതാം. മറ്റന്നാളത്തെ 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങിയിട്ട് വരിക, ഒരുങ്ങാതെ പരീക്ഷയ്ക്ക് വരരുത് കേട്ടോ. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.